ഹായ്. അപ്പം ഇന്ന് ഡേ 6 അല്ല, ഡേ 7 ആയി. അപ്പം ഞാൻ ഒരാഴ്ചയായി യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചിട്ടില്ല എന്നെ കൊണ്ടാവുമെന്ന്. ഹാപ്പിയാണ്. കുറേ കമൻസ് വരുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റും എന്നെല്ലാം പറഞ്ഞിട്ട് കമൻസ് വരുന്നുണ്ട്. രസമുണ്ട് എന്ന് പറഞ്ഞില്ല കമൻസ് വരുന്നുണ്ട്. അപ്പം എല്ലാവരോടും താങ്ക്സ്. അപ്പം ഇനി മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെന്താ സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു കാര്യം ആഗ്രഹിച്ചിറങ്ങിയാൽ അത് എങ്ങനെയെങ്കിലും നടക്കും. അതിനുള്ള എന്തെങ്കിലും വഴികൾ നമ്മളെ മുന്നിൽ തെളിഞ്ഞു വരും എന്നുള്ളൊരു സാധനമാണ് പറയാനുള്ളത്. പിന്നെ ഞാനൊരു സിനിമ കണ്ട്, സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ സിനിമയെ കുറിച്ച് ഞാൻ പറയാം, താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. സിനിമയുടെ പേര് പെർഫെക്റ്റ് ഡേയ്സ് എന്നാണ്. 2023 ഇറങ്ങിയ ഒരു ചൈനീസ് പടമാണെന്ന് തോന്നുന്നു. ചൈനീസ് പടമാണ്. ആ ഒരു പടം ഭയങ്കരമായിട്ട് കണക്റ്റ് ആയി, അതുകൊണ്ട് പറയുന്നതാണ്, അതുകൊണ്ട് ഷെയർ ചെയ്യുന്നതാണ്. ടോക്കിയോ ടോയ്ലറ്റ് ക്ലീനിങ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന, ആ നഗരത്തിലെ ടോയ്ലറ്റെല്ലാം ക്ലീൻ ചെയ്യുന്ന ഒരാളെ ലൈഫാണ് സിനിമയിൽ പറയുന്നത്. ഒരു 2 മണിക്കൂർ വളരെ സ്ലോ ആയിട്ട് പോകുന്ന സിനിമ. എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുമോ എന്നറിയില്ല, അത്രയും സ്ലോ ആയിട്ടാണ് സിനിമ പോകുന്നത്. ആളുടെ ലൈഫാണ് സിനിമയിൽ കാണിക്കുന്നത്. രാവിലെ എണീക്കുന്നു, ഈ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഇതുതന്നെയാണ് 90% സിനിമയിലുള്ളത്. പക്ഷേ ഈ സിനിമ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ, ആ ഒരു ജോലിയും ആളുടെ ജീവിതത്തിലെ ഓരോ നിമിഷം പോലും ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അത് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. ആളെത്രമാത്രം ഹാപ്പിയാണ് ആ ഒരു ജീവിതത്തിൽ, ആളെത്രമാത്രം ആ മൊമെൻറ്റ്സ് എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ആളിങ്ങനെ ഓരോ ഫ്രെയിംസ്, ഓരോ മരത്തിൻ്റെ ഇതെല്ലാം കാണുമ്പം ആൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് കണക്റ്റായി. അപ്പം കാണാൻ താല്പര്യമുള്ള കാണാൻ ശ്രമിക്കുക. ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നുണ്ട് പടം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമ. ആദ്യം പറഞ്ഞ പോലെ വളരെ സ്ലോ ആണ്, എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുമോ അറിയില്ല, പക്ഷേ കണ്ടാൽ അടിപൊളിയായിരിക്കും. അതാണ് ഒന്നാമത്തെ ഈ ഡേ 7 പറയാനുള്ളത്. പിന്നെന്താ, ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. അപ്പം എല്ലാവരും മുന്നോട്ടേക്ക് കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സമയം രാത്രിയായി. ഡേ 7 ഇന്ന് തിങ്കളാഴ്ചയാണ്. ജോലിക്ക് പോയി വന്നിട്ടാകുമ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടാ. എന്നിട്ടാകുമ്പോൾ ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ പറയാം, പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയാം, സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പം അത്രേ ഉള്ളൂ. ഇന്നധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. അപ്പം ശരി, ബൈ.